ഹായ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ബിൽഡപ്പ് ഒന്നുമില്ല, തുടരും. ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോല് ഇന്ന് റിലീസ് ചെയ്തേക്കുന്ന പടമാണ് തുടരും. നമ്മുടെ എമ്പുരാന്റെ ഒക്കെ എഫക്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ലാലേട്ടൻ പടം. അപ്പോൾ ഒരുപാട് കാരണം കൊണ്ട് നീണ്ടുപോയൊരു പടമായിരുന്നു തുടരും. പക്ഷേ ഫൈനലി ഇന്ന് തിയേറ്ററിലെത്തി. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരം. ഒരു ഒരു നല്ലൊരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും വയറും നിറഞ്ഞെന്ന് പറയില്ലേ, അതുകൊണ്ട് പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ നന്നായി എന്റർടൈനായി, നന്നായി കണ്ണ് നിറഞ്ഞു, നന്നായി രോമാഞ്ചം വന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നൊരു ലാലേട്ടൻ പടം. പണ്ടാരോ പറഞ്ഞ പോലെ ലാലേട്ടനെ ചലഞ്ച് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ ലാലേട്ടന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തെ പെർഫോമൻസ് ആയിരിക്കും പുള്ളി കാഴ്ചവെക്കുന്നത്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ അകത്തും കാഴ്ചവെച്ചേക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പടം ഒരിക്കലും തിയേറ്ററിൽ മിസ്സാക്കരുത്. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഈ പടം കാണാം. അത്ര ഒരു ഗംഭീര പടമാണ് തരുൺമൂർത്തി വെച്ചേക്കുന്നത്. ഒരു പക്ക ഫാൻ ബോയ് പടമാണെന്ന് തന്നെ പറയാം. ഫാൻ ബോയ് പടം എന്ന് പറയുമ്പോഴേക്കും മാസ് മസാല അല്ല. എൻ്റെ പൊന്നിൽ ലാലേട്ടാ, ഞങ്ങൾക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാനാണ് ആഗ്രഹം. നമ്മുടെ ദൃശ്യത്തിൽ കണ്ട, അല്ലെങ്കിൽ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ അല്ലാതെ ലാലേട്ടൻ ഈ കോട്ടിന് മേലെ കോട്ടിട്ടുകൊണ്ട് വന്ന് തോക്കും പിടിച്ച് ഒരു നിർവികാരമായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ലാലേട്ടനല്ല. ഞങ്ങൾ അന്തമല്ലാത്ത ഞങ്ങളെ പോലുള്ള മോഹൻലാൽ ഫാൻസ്. ഞാൻ കട്ട മോഹൻലാൽ ഫാനാണ്, പക്ഷെ ഒരു അന്ധമായി ആരാധിക്കുന്ന ഒരു ഫാനല്ല. ലാലേട്ടന്റെ പടങ്ങൾ മോശമായി കഴിഞ്ഞാൽ മോശമായി തന്നെ ഞാൻ പറയാറുണ്ട്. ഞാൻ ശരിക്കും എമ്പുരാൻ കാണാൻ പോയപ്പോൾ എമ്പുരാനെ പറ്റി കുറേ സംസാരിക്കണം എന്ന് പറയുന്നത്, പക്ഷെ പടം എന്നെ അത്ര തൃപ്തിപ്പെടുത്താത്തതുകൊണ്ട് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തതാണ്. പക്ഷെ തുടരുമ്പിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് തോരാതെ സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. ഒരു രക്ഷയിലെ കിട്ടിലും പടം തുടരും. നിങ്ങൾ എന്തായാലും നോക്കിയോ, ഈ പടം നോക്കിക്കോ, നിങ്ങൾ സിമ്പിളായിട്ട് 100 കോടിയൊക്കെ പുഷ്പം പോലെ അടിക്കും. ഇന്നിപ്പോ വലിയ പ്രൊമോഷനൊന്നും ഇതിന്റെ ആൾക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പാനിന്റെ ലെവലിലും തുടർ ഇന്റർവ്യൂവും ഇതിന്റെ ആകെ ഡയറക്ടർ മാത്രം ഇറങ്ങിയാണ് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തോണ്ട്. പക്ഷെ ഇത് കണ്ടോ, നാളെ തൊട്ട് ടിക്കറ്റ് കിട്ടാത്തൊരു അവസ്ഥ വരും. ടിക്കറ്റിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഓടണം. റിപ്പീറ്റ് ഓഡിയൻസ് ആണ് ഈ പടം കാണാനായിട്ട് കയറും. അവരായിട്ടായിരിക്കും ഈ പുതിയതായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നവർക്ക് ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ ഈ തരുൺമൂർത്തിയുടെ മുമ്പത്തെ ഒരു പടമായിരുന്നു ഓപ്പറേഷൻ ചാവ. അത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ലാലേട്ടനിലേക്ക് വരുമ്പോഴേക്കും ഒരു പണി അറിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിൽ ലാലേട്ടനെ കിട്ടുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ലാലേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദൃശ്യം മോഡൽ പടമാണെന്ന്. ഞാൻ ഇതിന്റെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പ്ലസ് ഇപ്പൊ എന്താ ഞാൻ പറയാ, ദൃശ്യത്തിന് പുലിമുരുകൻ പ്ലസ് ഒപ്പത്തിലുണ്ടായ ഒരു കുഞ്ഞ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ ഒരിക്കലും കയറ്റി അടിക്കുമല്ലോ കേട്ടോ. ഞാൻ ആ തിയേറ്ററിൽ കണ്ടൊരു സാധനം പറഞ്ഞു, അതേപോലെ എനിക്ക് പടം തോന്നിയത്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യണത് മുണ്ടക്കയത്തുണ്ടായ ഉരുൾപൊട്ടലും കൂടി, ആ ഉരുൾപൊട്ടലിന്റെ ഒരു ഭീകരത കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുമ്പോൾ തന്നെ അതിന്റെ സെറ്റ് വർക്കും അതിന്റെ ആനിമേഷൻ നല്ല അടിപൊളിയായിരുന്നു. ഒരു മലയും കുഞ്ഞിന് ശേഷം ഇത്രയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താണ്, ആർട്ട് വർക്ക് ചെയ്താണ്, ആനിമേഷൻ ഇതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ആ ഒരു സീനൊക്കെ ഉണ്ടായത്. അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു കാട് പശ്ചാത്തലമായിട്ട് ആനയുടെ ഒക്കെ ഒരു ഫാമിലിയുടെ കാണിച്ച് ഒറ്റാനായിട്ട് ഒരു ആനയുടെ ഒരു നേരിട്ട് കാണിക്കുമ്പോഴാണ് ലാലേട്ടന്റെ പേര്. ആ ഒരു സീനിൽ തന്നെ നമുക്ക് രോമാഞ്ചവും ഈ പടം ഏത് ലെവലാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഡയറക്ടറിന്റെ പേരൊക്കെ കാണിച്ച ടൈറ്റിൽ കാർഡാണ്. അത് ഈ ലാലേട്ടന്റെ ചെറുപ്പം തൊട്ട് വലുതായപ്പോഴുള്ള പലതരത്തിലുള്ള ഫോട്ടോസ്, ശോഭനയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അത് നല്ലൊരു പാട്ടോട് കൂടിയിട്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. സിനിമ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുണ്ടെടുത്ത് തമാശ പറഞ്ഞ് ഓടിച്ചാടി കളിക്കുന്ന, തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി നമുക്ക് വർക്കാവും. കാരണം ലാലേട്ടൻ തന്നെ കുറേ പടങ്ങളുടെ റെഫറൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് അവർ എടുത്തു പറയണ്ടായിരുന്നു. മറ്റേ മലങ്കൾട്ട്, അതുപോലെ തന്നെ ഒടിയനിലെ കഞ്ഞെടുക്കട്ടെ, മറ്റേ മരക്കാറിലെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ, അങ്ങനെ ലാലേട്ടൻ താടി, അങ്ങനെ ലാലേട്ടനെ തന്നെ ലാലേട്ടൻ കളിയാക്കിക്കൊണ്ട് അത്രയും ലാലേട്ടൻ എന്താ പറയാ, ഒരു ഫ്രീ ആയിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമുക്ക് തന്നെ കാണുമ്പോഴേക്കും ലാലേട്ടൻ തന്നെ റോളിൽ കൊണ്ട് അഭിനയിക്കുന്നത്. ലാലേട്ടൻ എത്രത്തോളം അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് ഒരു സീരിയസ് ഇഷ്യൂയിലേക്ക് പണം കടക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ ടീസറിൽ കണ്ട പോലെ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അത് ഞാൻ പറയുന്നത് അതൊരു സ്പോയിലറായി പോകും. അവിടെ നിന്ന് അങ്ങോട്ട് പടം അങ്ങോട്ട് ചെറ്റിട്ടങ്ങ് കയറുവാണ്. ഫസ്റ്റ് ഹാഫ് നമ്മളെ ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തുമെങ്കിലും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ തീയാണ്. ഞാൻ എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റേ ഫൈറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ എമ്പുരാൻ എടുത്ത സ്റ്റൺസിൽ തന്നെയാണ് ഫൈറ്റ് കൊറിയോഗ്രാഫർ. ഒരു നല്ല കിടിലം ഫൈറ്റാണ്. ലാലേട്ടനും പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റും വരുമ്പോഴേക്കും നമ്മൾ ഒപ്പത്തിൽ കണ്ടുണ്ടാവും, സ്പടികത്തിൽ കണ്ടുണ്ടാവും. അതേ ലെവലൊരു കിടിലം ഐറ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റേഷൻ ഫൈറ്റിൽ എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് മതിമറന്ന് ആസ്വദിക്കാനുള്ള കിടിലം ഫൈറ്റ് സീക്വൻസുകൾ ഇതിലുണ്ട്. ലാലേട്ടനെ ചാടി വരുന്നത്, പിന്നെ ഒരു പുലിമുരുകൻ ടൈപ്പ് തന്നെ ഒരു കോസ്റ്റ്യൂമായിട്ട് ലാലേട്ടൻ അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത്
ഒരുപാട് ക്യാമിയോ പോലെ പോയി വരുന്നു വലിയ റോളിൽ. അർജുന അശോകൻ ഉണ്ട്, നമ്മുടെ പ്രേമലു, അമൽ ഡേവിസ്, സംഗീത് ഉണ്ട്, പിന്നെ ഇമ്പോർട്ടൻസ് റോൾസ് ചെയ്തേക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ പറയാം. ശോഭന, ഒരു ഘട്ടത്തിൽ ഞാൻ കേട്ടായിരുന്നു ജ്യോതികേനെ ഇതിനകത്ത് ലാലേട്ടൻ്റെ കാസ്റ്റ് എടുപ്പിക്കുന്നു. എന്തുകൊണ്ടും ശോഭന നല്ല കിഡിലിനടിയത്. ശോഭനേനെ ഇതിനകത്ത് കളിയാക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ശോഭന വീട്ടിൽ ചൂടാവുന്ന സമയത്ത് ഇത് മാറമ്പള്ളിയിലെ ചിത്രരോഗി ഇതായിരുന്നു എന്ന് വെച്ചിട്ട് അങ്ങനെ ലാലേട്ടൻ ശോഭന ഒരു കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പണ്ടത്തെ മിന്നാരം, അതേപോലെ തന്നെ തേന്മാവിൻ കൊമ്പത്ത്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള മാമ്പഴക്കാലം, അങ്ങനെയൊക്കെ ആ ഒരു കണ്ട കോമ്പിനേഷനിൽ ഈ ഒരു ജനറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നല്ലോ. നമുക്ക് നന്നായിട്ട് അവർ നമ്മളുള്ള കോമ്പിനേഷനും ആ ഒരു മറുപടിയും തിരിച്ചു മറുപടിയും പരസ്പരം കളിയാക്കലും അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരാളാണ് പ്രകാശ് വർമ്മ. പുള്ളി ഇതിൻ്റെ അകത്ത് റോള് ഞാൻ എന്താണെന്ന് പറയാനുള്ള, പക്ഷെ പുള്ളി ഇതിൻ്റെ അകത്ത്, അതായത് ഇതിൻ്റെ അകത്തെ 2 പോലീസുകാർ, ഒന്ന് ബിനു പപ്പു, നമ്മുടെ കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ, നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. തരുൺമൂർത്തിയുടെ പടങ്ങളിൽ തന്നെ പുള്ളിക്ക് അടിപൊളി റോളുണ്ട്. ഇതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പുള്ളി. പിന്നെ പ്രകാശ് വർമ്മ, അതായത് ബിനു പപ്പു SIയും മറ്റേ ആൾ CA ആണ്. ഇവർ രണ്ടുപേരും ചെയ്തേക്കുന്ന റോളുണ്ടല്ലോ മോനെ, പൊളി എന്ന് പറഞ്ഞ കിഡില്ലേ. നമ്മുടെ ഒരു അനുരാഗ് കശ്യപ് സാധനമൊക്കെ എനിക്ക് ഈ പ്രകാശ് വർമ്മ കിട്ടി. പുള്ളി മറ്റേ ഹച്ചിന്റെ മറ്റേ നമ്മുടെ സൂസു അതിൻ്റെയൊക്കെ ആഡിന്റെ ഡയറക്ടറാണ്. പുള്ളിയുടെ ഫസ്റ്റ് അഭിനയമാണ് ഇത്. പുള്ളിയുടെ അഭിനയമാണെങ്കിൽ പുള്ളിക്ക് ഒരു ഓസ്കാർ കൊടുക്കണമില്ല. ഒരു സാധനമാണ്. ഡാഡി ഗിരിജിനൊക്കെ വെല്ലണ രീതിയിലാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി അവസാനം പുള്ളി ലാലേട്ടൻ്റെ ഒപ്പം ഒരു പക്ക ഒരു ഷോ സ്റ്റീലറായിട്ട് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. മച്ചാനെ ഹാറ്റ്സ് ഓഫ്. പുള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടാവില്ല. ആ ഒരു ശബ്ദഗാംഭീര്യവും ആ എക്സ്പ്രഷനും ലുക്കൊക്കെ വേറെ ലെവലായിട്ടാണ് പുള്ളിയുടെ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫഹദിനെ ഫർഹാൻ ചെയ്തിട്ടുണ്ട്. അവനൊരു അടിപൊളി റോളാണ് ഫർഹാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ്, നമ്മുടെ ആനന്ദത്തിലേക്ക് ആ ഇതില്ലേ പുള്ളിയെ, അവൻ്റെ ലാസ്റ്റ് വരെ നാരായണിയും മക്കളും മൂന്നുക്കളും. ഇതിനകത്ത് വന്നപ്പോഴേക്കും ലാലേട്ടൻ്റെ മോനായിട്ട് പുള്ളി എത്രത്തോളം സിങ്കാവും എന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തമിഴ്നാടിൻ്റെ റെഫറൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ തിരുച്ചിത്രമ്പലം എന്ന ധനുഷിൻ്റെ പടത്തിൽ ധനുഷിൻ്റെ അപ്പൂപ്പനായിട്ട് അവരിങ്ങനെ പുള്ളിയില്ലേ, പുള്ളി മോഹൻലാലും നമ്മളിലേക്കുള്ള ഒരു കോമ്പിനേഷൻ, അങ്ങനത്തെ റോളുകൾക്ക് ഉണ്ട്. എന്തുകൊണ്ടും കിഡിലിനായിട്ട് തന്നെ പടം പറയാം. പിന്നെ ഇതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ജേക്സ് ബിജോയ്. ഒരു അയ്യപ്പനും കോശിയുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ അതായിരുന്നു കേട്ടോ, ജേക്സ് ബിജോയ് ആണ്. ആ ഒരു ലെവലായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വനവും അങ്ങനത്തെ ഒരു പരിപാടികൾക്ക് ആദ്യം കിട്ടുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ആ സെയിം ലെവൽ മ്യൂസിക് അയ്യപ്പനും കോശിയും എനിക്ക് ഭയങ്കര ആസ്വദിക്കും. മറ്റേ ചില സീനിലൊക്കെ നമ്മുടെ ഇത് ക്യാമറ ചെയ്തേക്കുന്ന ഷാജിയായിട്ട് നമ്മുടെ പുലിമുരുകനൊക്കെ ചെയ്ത പുള്ളിയുടെ കിഡിലും കുറേ ഫ്രെയിമുകളുണ്ട്. ഏരിയൽ ഷോട്ടൊക്കെ കിഡു. മറ്റേ കൊല്ലി വളവാണോ ഇങ്ങനത്തെ ഒരു വളവുണ്ട്. ആ വളവൊക്കെ കയറിപ്പോകുന്നത്. ഇതിന്റെ മെയിൻ ലൊക്കേഷൻ പറയുന്നത് പത്തനംതിട്ട റാന്നി പ്രദേശങ്ങളാണ്. പിന്നെ മഴയത്തുള്ള ഫൈറ്റ്, മഴയത്തുള്ള ഒരുപാട് സീൻസ് ഉണ്ട്. മിക്ക സീൻസും നൈറ്റ് ആണ്. അതൊക്കെ നല്ല കിഡില്ല. പുലിമുരുകന്റെ സെയിം വളരാണ്. പുള്ളി തന്നെ പുള്ളിയുടെ കണ്ണുകളിലൂടെ ആ ഫ്രെയിമിലൂടെ ലാലേട്ടനെ അഴിഞ്ഞാടം വിട്ടിട്ട് നമ്മുടെ തരുൺമൂർത്തിയുടെ ഡയറക്ഷനിൽ ജേക്സ് ബിജോയുടെ ഒരു പൊളിച്ചെടുക്കലുണ്ട്. എൻ്റെ പൊന്നോ, ഒരു രക്ഷ ഉണ്ടാകില്ല കേട്ടോ. കിഡിലിന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് വേറെ തോന്നിയ കാര്യം, സെക്കൻഡ് ഹാഫിലൊരു ഇമോഷണൽ സീൻ ഉണ്ട്. ലാലേട്ടൻ ഒരു കരയണ സീൻ ഉണ്ട് ഒരു ബാത്റൂമിൽ നിന്നിട്ട്. എൻ്റെ പൊന്നോ, അതേമാതിരത്തെ റോള് ചെയ്യാനായിട്ട് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. ഇതിനകത്ത് ലാലേട്ടൻ നിങ്ങൾ ആ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ മതിലുമെന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ സീനുണ്ട്. ആ വീണ സീനിൽ പുള്ളിയുടെ കൈ ബക്കറ്റിൽ ഇടിച്ച് വരെ വീണത്. ഇതൊക്കെയാണ് എനിക്ക് നാച്ചുറൽ ആക്ടിങ് എന്ന് തോന്നുന്നത്. ആ ഒരു കരയണ ആ ഒരു ഇമോഷണൽ സീൻ പുള്ളി പുറത്തറിയിക്കാൻ പറ്റാതെ വാവിട്ട് കരയണ ഒരു സീനൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അറിയുന്നത് അത് എടുത്തു വെച്ചേക്കുന്നത്. സെക്കൻഡ് ഹാഫിനെ അവർ കൂടുതലൊന്നും പറയാനുള്ള, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു സൗണ്ടും നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിക്കുള്ള തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പനെ അമ്മൂമ്മേനെ കൊച്ചു കുഞ്ഞുങ്ങളെ ആരെ വേണമെങ്കിലും വിളിച്ച് പോയി കാണാൻ പറ്റുന്ന കിഡിലൻ ഒരു സസ്പെൻസ് ഫാമിലി എന്റർടൈനറാണ്. തുടരും. മോഹൻലാൽ ഇനിയും തുടരും. ഞാൻ പറഞ്ഞ പോലെ ഈ പടം 100 കോടിയോ അതിന് മേളോ കളക്ട് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഷുവർ ഷോട്ട് ഹിറ്റാണ്. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെ ഈ പടത്തിലൂടെ കിട്ടും. ഇപ്പൊ ദൃശ്യം 2 ഒക്കെ OTT-യിലാണ് ഇറങ്ങിയത്. ആ ഒരു ക്ഷീണമൊക്കെ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് മാറി കിട്ടും. ഇപ്പൊ എമ്പുരാൻ കണ്ടിട്ട് 2 വർഷം ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് എത്ര വർക്ക് ആവാത്തൊരു പക്ഷത്തിലാണ് ഞാനുള്ളത്. എനിക്ക് പോലും ഈ തുടരുന്ന തന്നൊരു റിലാക്സേഷൻ, ആ ഒരു ലാലേട്ടൻ്റെ ഒരു കംബാക്ക് തന്നൊരു എനർജി ഉണ്ട്. പക്ക രോമാഞ്ചം തന്നെ ആ മൊമെന്റ്സ് ആണ് ഈ പടത്തിലുള്ളത്. കിഡിലൻ. അപ്പൊ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.